അഖിലേന്ത്യാ സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ശക്തി ദുബൈക്കാണ് ഒന്നാം റാങ്ക്. ആദ്യ 100 റാങ്ക് നേടിയവരിൽ 5 പേർ മലയാളികളാണ്. മാളവിക ജി നായർ, GP നന്ദന, സോണറ്റ് ജോസ് എന്നിവർ ആദ്യ 50-ൽ ഇടം നേടി. റീനു അന്ന മാത്യു, ദേവിക പ്രിയദർശിനി എന്നിവരാണ് ആദ്യ 100-ൽ ഇടം പിടിച്ച മറ്റ് മലയാളികൾ. നോബൽ മാരിക്കാരൻ ചേരുന്നു. വിശദാംശങ്ങൾ. നോബൽ, നേട്ടം കൊയ്തവർ ആരൊക്കെ? സന്തോഷമുള്ള കാര്യമാണ്, മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള കാര്യമുണ്ട് അല്ലേ? റോഷി, സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഇതിൽ ആദ്യ 100-ൽ 5 മലയാളികൾ ഉണ്ട് എന്നാണ് കേരളത്തിന് അഭിമാനിക്കാനുള്ള കാര്യം. ഈ 5 പേർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മാളവിക ജി നായർ 45 റാങ്ക് നേടിയിട്ടുണ്ട്, GP നന്ദന 47 റാങ്ക് നേടിയിട്ടുണ്ട്, സോണറ്റ് ജോസ് 54 റാങ്കും, റിനു അന്ന മാത്യു 81 റാങ്കും, ഒപ്പം ദേവിക പ്രിയദർശിനി 95 റാങ്കും നേടിയിരിക്കുന്നു. ആദ്യ 1-2 റാങ്കുകൾ നേടിയിരിക്കുന്ന വനിതകളാണ്. ഒന്നാം റാങ്ക് നേടിയിരിക്കുന്ന ആൾ ഹർഷിത ദുബെ, ഒന്നാം റാങ്ക് നേടിയിരിക്കുന്ന ശക്തി ദുബെ, രണ്ടാം റാങ്ക് നേടിയിരിക്കുന്ന ഹർഷിത ഗോയൽ എന്നിവരാണ്. ആദ്യ 10 മലയാളികൾ എന്താണെങ്കിലും ഇടം പിടിച്ചിട്ടില്ല. പക്ഷേ ആദ്യ 100-ലേക്ക് വരുമ്പോൾ 5 മലയാളികൾ ഉണ്ട് എന്നാണ് കേരളത്തിന് ഏറെ അഭിമാനകരമായ കാര്യം. അതുമാത്രമല്ല, നിലവിലത്തെ ഈ മൊത്തം 1009 പേർക്കാണ് ഇത്തവണ യോഗ്യത നേടിയിരിക്കുന്നത്. അതിൽ IAS നേടിയിരിക്കുന്നത് 180 പേരും, IFS നേടിയിരിക്കുന്നത് 55 പേരും, IPS നേടിയിരിക്കുന്നത് 147 പേരുമാണ്. എന്താണെങ്കിലും അതിൻ്റെ ഫലപ്രഖ്യാപനം അല്പം മുമ്പാണ് ഉണ്ടായിരിക്കുന്നത്. UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയാൽ അതിൻ്റെ ഫലം കൃത്യമായി തന്നെ, ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലം കൃത്യമായി തന്നെ അറിയാൻ കഴിയും. എന്താണെങ്കിലും മലയാളത്തിന് 5 റാങ്കുകൾ, ആദ്യ 100-ൽ 5 പേർ റാങ്ക് നേടിയിട്ടുണ്ട് എന്നാണ് ഇതിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം ഉള്ളത്. നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ പോലും ആദ്യ 10-ലേക്ക് ഇടം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിൽ ഇത്തവണ അത്തരത്തിൽ ഒരു പെർഫോമൻസ് ഉണ്ടായിട്ടില്ല മലയാളികളുടെ ഭാഗത്ത്. പക്ഷേ ആദ്യ 100-ൽ 5 പേർ മലയാളികൾ ആണ് എന്നത് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. റോഷ്നി, നോബൽ, ആദ്യത്തെ 2 റാങ്ക് നേടിയതും പെൺകുട്ടികൾ എന്നുള്ളത് അഭിമാനിക്കാം. മാത്രമല്ല, ഇപ്പോൾ മലയാളികളായ പെൺകുട്ടികളും സംസാരിക്കുകയാണ്. പെൺകുട്ടികൾ നേട്ടം അങ്ങ് കൊയ്തു വാരുന്നു അല്ലേ? തീർച്ചയായും നമുക്ക് ഈ പട്ടികയിൽ നോക്കുമ്പോൾ മലയാളികളൊക്കെ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ. ആദ്യ 2 പേരും പെൺകുട്ടികളാണ്. ശക്തി ദുബെ, അതോടൊപ്പം ഹരിത ഗോയൽ എന്നീ 2 പേർക്കാണ്. ശക്തി ദുബെയ്ക്ക് 1 റാങ്കും ഹരിത ഗോയലിന് 2 റാങ്കുമുണ്ട്. ഈ 2 പേരും പെൺകുട്ടികളാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ സംസാരിച്ച മാളവികയാണെങ്കിലും, അല്ലെങ്കിൽ GP നന്ദനയാണെങ്കിലും, സോണറ്റ് ജോസ് ആണെങ്കിലും, നീതു അന്ന മാത്യു ആണെങ്കിലും, ദേവിക പ്രിയദർശിനി ആണെങ്കിൽ പോലും ഇവരെല്ലാം പെൺകുട്ടികളാണ് എന്താണ് പ്രധാനപ്പെട്ടത്. എന്താണെങ്കിലും പ്രധാനമായും നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സിവിൽ സർവീസിന് ആദ്യ 10-ലേക്ക് നമ്മൾ മുൻപ് ഇടം പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണെങ്കിലും ഇത്തവണ അങ്ങനൊരു നേട്ടം കേരളത്തിന് ഇല്ല എന്ന് മാത്രമാണ് അല്പം നിരാശയുള്ളത്. പക്ഷേ ആദ്യ 100-ൽ മലയാളികളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് അഭിമാനകരമായി തന്നെ ഇത്തവണയും പറയാൻ കഴിയും എന്നും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നതും. 1-ലേറെ തവണയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെയാണ് ഭൂരിഭാഗം ആളുകളും. എന്താണെങ്കിലും ആ നേട്ടത്തിൻ്റെ സന്തോഷം അവരുടെ വാക്കുകളിൽ നമുക്ക് കൃത്യമായി തന്നെ പ്രകടമായി അറിയുവാനും കഴിഞ്ഞിരിക്കുന്നു. നിലവിലത്തെ ഈ പട്ടിക പ്രകാരം മൊത്തം 1009 പേർക്കാണ് ഇത്തവണ യോഗ്യത ലഭിച്ചിരിക്കുന്നത്. അതിൽ IPS 147 പേരും, IFS 55 പേരും, IAS 180 പേരുമാണ് ഇപ്പോൾ പട്ടികയിൽ ഉള്ളത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ അവരുടെ നിയമനമടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കടക്കാൻ പോകുന്നതാണെങ്കിലും അഭിമാനിക്കാവുന്ന നേട്ടം എല്ലായിടത്തും, എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികൾ നേടിയിട്ടുണ്ട് എന്നാണ് ഈ പട്ടിക നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. പ്രധാനമായും അതിൽ കേരളത്തിന് ഇത്തരത്തിൽ 5 പേർ എത്തിയത്, ആദ്യ 100-ൽ എത്തിയത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. റോഷ്നി, നോബൽ, ഈ ആദ്യ റാങ്ക് നേടിയ ശക്തി ദുബെ, 2ാം റാങ്ക് നേടിയ ആളൊക്കെ ഏത് സ്റ്റേറ്റിൽ നിന്ന്, ഏത് പ്രദേശത്ത് നിന്ന് എന്നുള്ളൊക്കെ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? റോഷ്നി, ആ വിവരങ്ങൾ എന്താണെങ്കിലും പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. നിലവിൽ നമുക്ക് കിട്ടിയ ലിസ്റ്റിൽ പേരും അവരുടെ റോൾ നമ്പറും മാത്രമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി വിശദാംശങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കേരളത്തിലെ ആളുകളുടെ എണ്ണം ആദ്യഘട്ടത്തിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത്. കാരണം പേരുകൾ മാത്രമാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും നിലവിൽ ഈ ആളുകളൊക്കെ ഓരോ സംസ്ഥാനത്തെ ആളുകളെയും പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വിവരമുള്ളത്. അതായത് സംസ്ഥാനങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. നിലവിൽ എന്താണെങ്കിലും ഈ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരുടെയും പേരുകൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ UP 1ാം സ്ഥാനം നേടിയിരിക്കുന്ന ശക്തി ദുബെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് എന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തേക്ക് വരുന്നത്. അത്തരത്തിൽ ഓരോ സംസ്ഥാനത്തെ ആളുകളുടെ പേര് വിവരങ്ങൾ എന്താണെങ്കിലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരി, നമുക്ക് ആ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കാം. എന്തായാലും സന്തോഷത്തിലാണ്, മലയാളികൾക്കും അഭിമാനിക്കാനുള്ള കാര്യമുണ്ട്.